ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ്. 2-3 ആഴ്ചകളായി നമുക്ക് ഈ സാറ്റലൈറ്റ് വ്യൂവിൻ്റെ ക്ലാരിറ്റിയുള്ള വിഷ്വൽ, അതായത് ഇത്രയും ക്ലാരിറ്റിയുള്ള വിഷ്വൽ കിട്ടിയിട്ട്, കാരണം മഴ വളരെ കൂടുതലായ കാരണം വളരെ വലിയ ക്ലൗഡാണുള്ളത്. അപ്പോൾ പല നമ്മുടെ ഫ്രണ്ട്സുകളും ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് സാറ്റലൈറ്റ് വ്യൂവിൻ്റെ അപ്ഡേഷൻ വേണമെന്ന് പറയുണ്ടായി. പക്ഷേ ഇതിൻ്റെ അപ്ഡേഷൻ കിട്ടാത്തത് ഈ ക്ലൗഡ് കൂടിയത് കാരണം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും പോർട്ടിലെ ഒട്ടുമിക്ക എല്ലാ അപ്ഡേഷനും നമ്മൾ വീഡിയോ ഇട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് അറിയാൻ സാധിച്ചില്ല. അറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ മെഷർമെൻറ്റിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അത് ബ്രേക്ക് വാട്ടർ ആവട്ടെ, ബർത്ത് ആവട്ടെ, യാർഡ് എക്സ്റ്റൻഷൻ ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈ വ്യൂയിലേക്ക് വരുന്നത്. നമുക്ക് ഇനി മെഷർമെൻറ്റിലേക്ക് പോകാം. മെഷർമെൻറ്റ് അപ്ഡേഷന് മുൻപായി നമുക്ക് ഡേറ്റ് നോക്കാം. 11/6/2024, അതായത് 2 ദിവസം മുന്നേ ഉള്ള അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നോക്കുന്നത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളിലൊന്നായ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ബർത്തിൻ്റെ മെഷർമെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായി വരുന്നത് 800 മീറ്ററാണ് ബർത്തിൻ്റെ ടോട്ടൽ ലെന്തായിട്ട് വരുന്നത്. 800 മീറ്റർ ആകുമ്പോൾ 2 വലിയ മദർഷിപ്പുകൾക്ക് ഒരേ സമയം തന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെന്താണ് 800 മീറ്റർ. കാരണം 400 മീറ്ററാണ് നമ്മളിപ്പോൾ കാൽക്കുലേഷനുള്ള ഏറ്റവും വലിയ ഷിപ്പിൻ്റെ നീളമെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാണുമായിരിക്കും. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ 800 മീറ്റർ ബർത്തിൻ്റെ വർക്കിൻ്റെ മെഷർമെൻറ്റ് വീഡിയോ നമ്മൾ പലപ്പോഴായിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് വന്ന വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബർത്തിൻ്റെ തൊട്ടടുത്തു നിന്നാണ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത്. ആ വർക്കുകളെല്ലാം മഴയത്തായാലും വെയിലത്തായാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നത്. ഒരിടത്തും ഒരു ലാഗും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം. എന്നാൽ നമുക്ക് മെഷർമെൻറ്റിലേക്ക് പോകാം. ബർത്ത് മെഷർമെൻറ്റിലേക്ക് നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ 8 STS ക്രെയിന് നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ബർത്തിൻ്റെ മെഷർമെൻറ്റിലോട്ട് പോകാം. വളരെ ഈസി ആയിട്ട് തന്നെ ബർത്തിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാവുന്നതാണ്. ഏതാണ്ട് 796 മീറ്റർ, അതായത് ഇനി വെറും 4 മീറ്റർ മാത്രമാണ് നമുക്ക് മെഷർമെൻറ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ 4 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കാണും. കാരണം 2 ദിവസം മുന്നേ ഉള്ള അപ്ഡേഷനാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പെയർലൈറ്റിൻ്റെ വർക്ക് നടക്കുന്നത് കണ്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ വർക്ക് കഴിഞ്ഞ് കാണും. 800 മീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഇനി അടുത്ത് നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഫേസിൽ ബ്രേക്ക് വാട്ടർ 2960 മീറ്ററാണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ടുള്ള ലെന്ത്. ആ മെഷർമെൻറ്റ് പല വീഡിയോയിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഇനി എത്രയെങ്കിലും മീറ്റർ കൂടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ലക്ഷക്കണക്കിന് ടൺ നാച്ചുറൽ സ്റ്റോണാണ് നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിനായിട്ട് നമുക്ക് വേണ്ടി വന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. 2960 മീറ്റർ തന്നെയാണ് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് ഫസ്റ്റ് ഫേസിലാണ്. ഏതാണ്ട് ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഓരോ പ്രാവശ്യവും നമ്മൾ സാറ്റലൈറ്റ് വ്യൂവിൻ്റെ അപ്ഡേഷൻ തരുന്ന ആ സമയത്ത് തന്നെ നമ്മളെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെയുള്ള 10 മീറ്റർ റോഡിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നതാണ് ആ റോഡ്. ഇനി ആ റോഡിൻ്റെ വർക്ക് മാത്രമാണ് ബ്രേക്ക് വാട്ടറായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക്. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഈ കണ്ടതുപോലെ കടലിന് അഭിമുഖമായിട്ട് ആക്രോപോഡ് ഏതാണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല നമ്മളെ പോർട്ടിന് ഓപ്പോസിറ്റായിട്ട് തന്നെ ഹെവി സ്റ്റോണും, അങ്ങനെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ 2 സൈഡിലും ഹെവി സ്റ്റോണും ആക്രോപോഡും ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ റോഡിൻ്റെ വർക്കുകൾ മാത്രമാണ് കഴിയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്ലാബുകൾ, പുതിയ സ്ലാബുകൾ, ഹെവി സ്ലാബുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ധാരാളം കമൻറ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. നിലവിൽ ഈ സ്ലാബുകളെല്ലാം നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ അത് അൺലോഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് കറക്റ്റാണ്. ഏതാണ്ട് 2 സ്ലാബ് ചേർക്കുമ്പോൾ ഏതാണ്ട് 10 മീറ്ററിൻ്റെ അടുത്ത് നീളം ഉറപ്പായിട്ട് വരും. അപ്പോൾ ഇനി ആ വർക്കുകളായിരിക്കും ബ്രേക്ക് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ വർക്കും ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അടുത്തൊരു വ്യൂയിലേക്ക് പോകാം.
നമുക്കിനി അടുത്ത് നോക്കേണ്ടതുള്ളത് നമ്മുടെ യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ മുന്നിൽ കാണുന്ന പോലെ ധാരാളം കാൻഡിലിവർ റെയിൻമോണ്ട ഗ്രാൻഡ് ക്രെയിൻ നിരയായിട്ട് നമ്മൾ യാർഡിൽ വെച്ചിട്ടുള്ളതും കാണാൻ സാധിക്കും. അതുമാത്രമല്ല എഫിഷ്യൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ധാരാളം കണ്ടെയ്നറും നമുക്ക് ഈ യാർഡിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി യാർഡ് എക്സ്റ്റൻഷൻ്റെ മെഷർമെൻറ്റിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. കുറച്ചുകൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് യാർഡിൽ. നമുക്ക് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്നും മെഷർമെൻറ്റിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ച്, അതായത് ഈ ബ്രേക്ക് വാട്ടറിനെയും ബെർത്തിനെയും സംബന്ധിച്ചിടത്തോളം ഇനി വർക്ക് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും വർക്കുകൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് യാർഡ് എക്സ്റ്റൻഷനാണ്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ വൈറ്റ് കളറിൽ കാണാൻ പറ്റുന്നത് ഇൻ്റർലോക്കിട്ട ഭാഗങ്ങളും ബാക്കിയുള്ള ഭാഗത്തെല്ലാം നാച്ചുറൽ സ്റ്റാൻഡിൻ്റെ കളറും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ മാത്രമേ യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകൾ കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഈ 2 വർക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലാഗ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബാക്കിൽ നിൽക്കുന്ന വർക്ക് യാർഡ് എക്സ്റ്റൻഷൻ തന്നെയാണ്. അത് വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൻ്റെ തൊട്ടടുത്തുള്ള വിഷ്വൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമായിട്ട് ഞാനത് ആ സർഫസ് ഏരിയ ലെവൽ ചെയ്തെല്ലാം ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. കാണാത്തവർ ദയവായി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഇവിടെ നിന്നുള്ള മെഷർമെൻറ്റ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബെർത്ത് എൻഡ് പോർഷനൊന്നും യാർഡ് എക്സ്റ്റൻഷന് ഇതുവരെ ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്ക് ഏതാണ്ട് 132 മീറ്ററാണ്. ആ വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളാണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ഈ സർഫസ് ഏരിയ നല്ലൊരു ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ മാത്രം മതിയാകും. ഇതാണ് യാർഡ്, ബ്രേക്ക് വാട്ടർ, ബെർത്ത്, ഈ 3 വർക്കിൻ്റെയും നിലവിലെ സ്റ്റാറ്റസ്. ഇനി നമുക്ക് അടുത്തറിയാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന പോർട്ടും NH66 തമ്മിലുള്ള ഫസ്റ്റ് ഫേസിലെ കണക്ഷൻ റോഡും ഇനി സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേജിൽ എത്രത്തോളം ബ്രേക്ക് വാട്ടറും ബെർത്തിൻ്റെയും എക്സ്റ്റൻഷൻ എത്രത്തോളം കാണും. പുതിയ ഫിഷ് ലാൻഡ് ഈ ഭാഗത്തായിരിക്കും വരുന്നത്. നമുക്ക് അതിൻ്റെ ഒരു മെഷർമെൻറ്റിലൂടെയൊക്കെ പോകാം. ഫസ്റ്റ് ഫേസിലെ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ NH66, നമ്മൾ ഈ കാണുന്ന NH66 പോർട്ടിലും തമ്മിലൊരു കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ലെന്തിലേക്ക് പോകാം. പലപ്പോഴായിട്ട് ഞാൻ ആ മെഷർമെൻറ്റ് എടുക്കുകയുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് നമ്മൾ ഗേറ്റിൻ്റെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തു നിന്ന് എടുക്കാം. സ്റ്റാർട്ട് ചെയ്യും. എത്ര മീറ്ററാണ് നമ്മളെ കണക്ഷൻ റോഡിൻ്റെ ലെന്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളത്. ചില ഭാഗത്ത് ക്ലൗഡ് ധാരാളമുള്ള കാരണം കറക്റ്റായിട്ട് കിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം. അത് ഏതാണ്ട് 1700 മീറ്റർ, 1680 മീറ്റർ, പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. 1700 മീറ്ററാണ് നമ്മുടെ NH66 നമ്മുടെ പോർട്ടും തമ്മിലുള്ള കണക്ഷൻ റോഡ്. അപ്പോൾ ആ റോഡാണ് ഫസ്റ്റ് ഫേസിലായിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് എത്രത്തോളമാണ് ആ വർക്ക് കംപ്ലീറ്റ് ആയതെന്നാണ് നമുക്കറിയേണ്ടത്. കംപ്ലീറ്റ് ആകാത്ത ഭാഗം നമുക്ക് ഈ മെഷർമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ കുറച്ചും സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറച്ച് പച്ചപ്പാണ് ധാരാളമായി കാണുന്നത്. എല്ലാ വീഡിയോയിലും ഉണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 223 മീറ്ററാണ് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ പറയുന്ന റോഡ് മാതൃകയിൽ നമ്മൾ ഈ കാണുന്ന ഭാഗത്തെല്ലാം, ഈ വൈറ്റ് കളർ കാണുന്ന ഭാഗത്തെല്ലാം ഇൻ്റർലോക്ക് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 223 മീറ്ററാണ് നമ്മുടെ NH66 നമ്മുടെ വിഴിഞ്ഞം സീപോർട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് ഫസ്റ്റ് ഫേസിൽ വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ തന്നെ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിരുന്നു. നമ്മുടെ പോർട്ടും NH66 തമ്മിലുള്ള കണക്ഷൻ റോഡിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ആ മെഷർമെൻറ്റിലൂടെ ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു. അത്ര തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ് നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റി. അതായത് ബാലരാമപുരം മുതൽ വിഴിഞ്ഞം വരെ റെയിൽവേ കണക്ടിവിറ്റി നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ചർച്ചകളും വർക്കുകളും DPR ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെന്ത് വരുന്നത് ഏതാണ്ട് 10.7 കിലോമീറ്ററാണ് ലെന്ത് വരുന്നത്. അതിൽ 9.2 കിലോമീറ്റർ ഭൂഗർഭ പാത തന്നെയാണ്. ബാലരാമപുരം, അതിയന്നൂർ, പള്ളിച്ചൽ, വിഴിഞ്ഞം ഇങ്ങനെയാണ് ഈ റെയിൽവേ ലൈൻ പാസ്സായിട്ട് നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിലെത്തുന്നത്. ആ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും
എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വിഴിഞ്ഞം ഹാർബറും വിഴിഞ്ഞം സീപോർട്ടും അടുത്തടുത്ത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ പല വീഡിയോയിലായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാറുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്, ഏതാണ്ട് 340-350 മീറ്റർ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബറും പോർട്ടിലും തമ്മിലുള്ള ലെന്ത്. അതായത് ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞം സീപോർട്ട് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ക്രെയിൻ ഉൾപ്പെടെ ഉള്ള വ്യക്തമായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ പഴയ വീഡിയോയിലെല്ലാം അതെടുത്ത് പറയുന്നുമുണ്ട്. ഇനി നമുക്കറിയേണ്ടത് സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിലേക്ക് നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ ലെന്ത് എത്രത്തോളം കൂടും അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എത്രത്തോളം വരുമെന്നാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ നിലവിലുള്ളത് 800 മീറ്ററാണ്. ഇതൊരു 1200 മീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അത് സെക്കൻഡ് തേർഡ് ഫോർത്ത് സ്റ്റേജിലൂടെ ആയിരിക്കും ഈ 1200 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 1200 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എത്ര മീറ്ററോളം എത്ര ദൂരം നമുക്ക് ഇവിടെ പോകാൻ സാധിക്കും. ഇത് 844 മീറ്ററാണ്. ഇവിടെ വരുമ്പോൾ ഏതാണ്ട് 1200 മീറ്ററോളം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് 1200 മീറ്റർ. അതായത് ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു ടെമ്പിളുണ്ട്, നിങ്ങൾക്കറിയാം, പോർട്ടിനോട് ചേർന്നൊരു ടെമ്പിളുണ്ട്. അതും കഴിഞ്ഞ് ഏതാണ്ട് ആഴിമല ക്ഷേത്രത്തിൻ്റെ കുറേ ഇപ്പുറത്ത്, ആഴിമല അങ്ങ് പോകില്ല, അതിൻ്റെ കുറേ ഇപ്പുറത്തോളം നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ ഈ പോർഷന് ഏതാണ്ട് 1200 മീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ബെർത്ത് ഏതാണ്ട് 2000 മീറ്റർ, അതായത് 2 കിലോമീറ്റർ ആയിരിക്കും ബെർത്തിൻ്റെ ടോട്ടൽ ലെന്ത് വരുന്നത്. അത് 2028 കൂടെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അതായത് വലിയ മദർഷിപ്പായ 5 മദർഷിപ്പുകൾക്ക്, അതായത് 400 മീറ്ററുള്ള 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ 2 കിലോമീറ്ററോളം നമ്മുടെ ബെർത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ബ്രേക്ക് വാട്ടർ ഇപ്പോൾ ഏതാണ്ട് 3000 മീറ്ററിന് അടുത്തെത്തിയിട്ടുണ്ട്. ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ ഏതാണ്ട് 1 കിലോമീറ്ററോളമാണ് കൂടുന്നത്. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ആഴിമല ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ബ്രേക്ക് വാട്ടർ നമുക്ക് കാണാവുന്നതാണ്. 1 കിലോമീറ്റർ കൂടി കൂടുമ്പോൾ ഏതാണ്ട് ഇത്രത്തോളം, അതായത് ക്ഷേത്രത്തിന് പേരലായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രം കഴിഞ്ഞ് ചിലപ്പോൾ നിൽക്കും. ക്ഷേത്രത്തിന് പേരലായിട്ടായിരിക്കും ചിലപ്പോൾ, ആഴിമല ക്ഷേത്രത്തിന് പേരലായിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 4000 മീറ്റർ, അതായത് 4 കിലോമീറ്റർ ബ്രേക്ക് വാട്ടറും 2 കിലോമീറ്ററോളമാണ് ബെർത്ത് 2028 ഫിനിഷാകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തുടങ്ങുമെന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്ന സ്റ്റോണുമായിട്ട് ലോറികൾ ദിനം പ്രതി നമ്മുടെ പോർട്ടിലേക്ക് എത്തുന്നത്. പണ്ട് നമ്മൾ വീഡിയോ കണ്ടതുപോലെ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല ക്രിയേറ്റ് ആയിരിക്കുന്നത് പോലെയാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കാണാൻ സാധിച്ചത്. അത്രത്തോളം നാച്ചുറൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോൺ ഉള്ളത്. കാരണം ബ്രേക്ക് വാട്ടർ സെക്കൻഡ് സ്റ്റേജ് പണി ആരംഭിക്കുന്നതിനാണ് ഈ തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടിരിക്കുന്നത്. ഏറ്റവും അടിയിലേക്ക് ഹെവി നാച്ചുറൽ സ്റ്റോൺ പോകുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കും. നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിരിക്കുന്ന കടലോര മേഖലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നാച്ചുറലായിട്ട് ഏതാണ്ട് 18 മുതൽ 20 മീറ്റർ വഴിയാണ് നാച്ചുറൽ ഡെപ്ത് നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിൻ്റെ അവിടെയുള്ളത്. അത് കാരണം ബ്രേക്ക് വാട്ടർ പണിയുന്നതിന് ലക്ഷക്കണക്കിന് ടൺ നാച്ചുറൽ സ്റ്റോണ് വേണ്ടിവരും. അതുകൊണ്ടാണ് ഈ തരം തിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോൺ ഉള്ളത്. അതുമാത്രമല്ല നമ്മളിപ്പോൾ പോർട്ടിൻ്റെ സൈഡിലൂടെ റോഡിൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. റോഡിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. കാരണം ഫസ്റ്റ് സ്റ്റേജിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പോർട്ട് വർക്കിംഗ് ആയിരിക്കുമ്പോൾ സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിൽ വർക്ക് നടക്കുന്നതിന് ഹെവി എക്യുപ്മെൻറ്റ്സും ലോറികളിലെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ആ റോഡുള്ളത്. അത് കാരണം പോർട്ടിനൊരു സെക്യൂരിറ്റി കൂടുകയും ചെയ്യും. പോർട്ടിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ പുറം വശത്തുകൂടെ അല്ലെങ്കിൽ പോർട്ടിൻ്റെ ചുറ്റുപാടുള്ള പ്ലേസിലൂടെ നമ്മുടെ ഈ എക്യുപ്മെൻറ്റ്സും ഈ പറയുന്ന സ്റ്റോണും പോർട്ടിൻ്റെ 2, 3, 4 ഘട്ടത്തിലെ വർക്കുകൾ സുഗമമായ നടപ്പിന് അത്യാവശ്യമാണ് ഈ റോഡുകൾ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.